കണ്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ വൃത്തിയാക്കിയെടുത്ത താമരക്കുളം കണ്ടു. ഇതിനകത്ത് നിറച്ച് പായലും കയറി. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നല്ലോ, ഇത് വൃത്തിയാക്കി നോക്കിയാലും തടുപ്പൊക്കെ വന്ന് പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു കിഴി കെട്ടിയിടണം. എന്താ പറയുക, പുല്ലുപൊടിയും വേപ്പിലൊന്നും ചാണകപ്പൊടി ഒക്കെ തുണിക്കകത്ത് കെട്ടി അകത്തോട്ടിട്ടാൽ കുറേശ്ശെ അതിൻ്റെ പിന്നെ ശകലം DAP കൂടെ ചേർത്ത് വേണം ഇടാൻ വേണ്ടിയിട്ട്. കാരണം പൂക്കളുണ്ടാകാനായിട്ട് എല്ലാത്തിനും DAP അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ നഴ്സറിയിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു DAP, പെറ്റുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചീട്ട് ഒരു കിഴി കെട്ടി ഇട്ടാൽ മതി, അപ്പോൾ ആവശ്യത്തിന് വന്നോളൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗപ്പിയൊക്കെ ഇടത്തില്ലേ, ഗപ്പിയും അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, തവളയുടെ ഇങ്ങനെ ഒരു ഇക്കോസിസ്റ്റം പോലെ തന്നെ ശരിക്കും എന്ന് പറയുന്നത്. എന്നിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് 3-4 ദിവസം കഴിയുമ്പോൾ വെള്ളം ഒന്ന് നിറച്ച് ഈ ഒഴുകി പോകത്തക്ക രീതിയിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിൻ്റെ അകത്ത് ചെയ്ത് കേട്ടോ. ഇനി എൻ്റെ മെയിൻ കുളം വൃത്തിയാക്കുക. അത് ആമ്പലുള്ള മുളകുണ്ടാവും, ചുറ്റും നിറച്ച് കാട് കിടക്കണം. ഇനി അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. കാരണം അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വൃത്തിയാക്കിയെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ക്രോസ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ആലിൻ്റെ വേരൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിൽ നിന്ന് ഇതെല്ലാം പായലെന്നെ എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടത് പറ്റത്തില്ല കേട്ടോ. കാരണം രാവിലെ പറ്റത്തില്ല, വൈകുന്നേരം സമയം പറ്റുള്ളൂ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ശേഷം ചെടിയൊക്കെ നനച്ച് കഴിയുമ്പോഴത്തേക്കും 1 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ 2-3 ദിവസം കൊണ്ടേ ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നല്ല വെള്ളം നിറയ്ക്കണം. അപ്പം അതിലും താമരയായിട്ട് ഇത്ര ആമ്പലായിട്ടുള്ളത്. ആമ്പലം എന്ന് പറയുന്നത് ഇന്നാളിവിടെ മലയ്ക്ക് പോയായിരുന്നു, മുകളിൽ വാങ്ങിച്ചുകൊണ്ട് ആമ്പല കേട്ടോ. ഇത് പൂത്തിട്ടുണ്ട്, 1-2 പൂവുണ്ടായിട്ടുണ്ട്. ഇതിനെയാണ് ഈ കിട്ടുന്നത് കേട്ടോ. ചുറ്റും ഈ അസോള കയറി കിടക്കുന്നത് നിറച്ച്. അസോള നല്ല ഭംഗിയാണ് മീനുകൾക്കൊക്കെ. അതൊക്കെ അതിൻ്റെ ഇല തിന്നുമെങ്കിൽ വരും. ഇത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഫുള്ളിങ്ങനെ വന്ന് മറ്റേ പായലും ഈ അസോളയെല്ലാം കയറിയിട്ട് സൂര്യപ്രകാശം തലയ്ക്ക് പതിക്കാതെ വരും. അപ്പം കുളം എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയല്ലേ, നല്ല രസമാണ്. വെച്ചാൽ അതൊരു അത്യാവശ്യം നമ്മുടെ കാട്ടിൽ. അവളെയാണെങ്കിൽ തന്നെ അതിൽ തന്നെ തവളക്കുഞ്ഞുങ്ങൾ, ഗപ്പി, ഇതെല്ലാം ഒരു ഇക്കോസിസ്റ്റം അല്ലേ ശരിക്കും. പരിസ്ഥിതിക്ക് ഭയങ്കര യോജ്യമായാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ചുറ്റും ഞാൻ ആലൊക്കെ വെച്ചിട്ടുണ്ട്, പാവൊക്കെ പിന്നെ ചെറിയ ചെടികളൊക്കെ അതിന് ചുറ്റുമുണ്ട്. അതൊന്നും ഞാനങ്ങനെ കളയാറില്ലേ, ഈ പന്നൽ ചെടികളൊക്കെ. അതൊക്കെ വളരെ നല്ലതായിട്ടുള്ളതാണ്. കുളത്തെക്കുറിച്ച് നമ്മളൊരു തൊട്ടുണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് ഭംഗി ചേരും, ഭംഗിയായിട്ട് നല്ല രസമാണ്. ശരിക്കും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു കുളം, അതാണ് ഇതിൻ്റെ അകത്തെ. പക്ഷെ ഇതിൻ്റെ അകത്ത് നിറച്ച് പായലാണ്. ഇനി അതിന് ചെളിയൊക്കെ കൂടി ഉണ്ടല്ലോ, അതെല്ലാം കൂടെ മാറ്റണം. പിന്നെ ഇതിൻ്റെ ചുറ്റും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലിപ്പോൾ കാട് കയറി കിടക്കുക. അതെല്ലാം വൃത്തിയാക്കി എടുക്കണം. എന്തായാലും ഒരു കുളം എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കുറേ നേരം കുത്തിയിരുന്നു മടുത്തു. ഞാൻ ഈ കുളം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഭയങ്കര ബഹളം കേട്ടെ. നോക്കി ചെന്നപ്പം എന്താണ്ട് നമ്മുടെ നോക്കിയ ഒരു പിന്നെ എലിക്കുഞ്ഞിനെയും പിടിച്ച് കൊണ്ടിരിക്കുക. കിറ്റിയമ്മ വന്ന്, അവളുടെ അമ്മ വന്ന് നോക്കുക. ഇവളതിനെ ഇട്ട് തട്ടി ഒക്കെ ഏകദേശം ചാകാറായി. അവൾ കൊടുക്കത്തില്ല. ഞാനൊന്ന് കാക്കയും മറ്റ് കിളികളെല്ലാം പിന്നെ എൻ്റെ ഉണ്ട് മേളിൽ വന്നിരിക്കുന്നു. അപ്പോൾ കിറ്റി വന്ന് ഇങ്ങനെ നോക്കുക. അവൾ കിടന്ന് അടിക്കുന്നു. കിറ്റി നോക്കിയാൽ കൊടുക്കുന്നില്ല.
കിറ്റി ദയനീയമായിട്ട് എന്നെ നോക്കി. നിനക്ക് വരാൻ പറയണോ? പറയണോ? അവളിട്ട് തട്ടുന്ന കേട്ടോ, പന്തിട്ട് തട്ടുന്ന പോലെ കളിക്കുമായിട്ട്. രസമുണ്ടല്ലോ. എവിടെ നിന്ന് പോയി പിടിച്ചോണ്ട് വന്നതെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് കിളികളെയൊക്കെ പിടിക്കും കേട്ടോ, തള്ളയും മോളും കൂടെ. അപ്പോൾ തള്ളയ്ക്ക് കിറ്റിയമ്മയ്ക്ക് ഇപ്പം 2 മക്കളൂടെ ഉണ്ട്. വെളിയിലിറക്കിയിട്ടില്ല, ഇനി വെളിയിലിറക്കണം. വൈകുന്നേരം തീറ്റ കൊടുക്കുമ്പോൾ വേണം ഇനി വെളിയിലിറക്കാൻ. നോക്കിയാൽ ഭയങ്കര കളിയാണ്. ഫുട്ബോൾ ഇട്ട് തട്ടുന്ന പോലെ കണ്ടോ, തട്ടുന്നുണ്ട്. കിറ്റി അടുത്തിട്ട് വരുമ്പോഴത്തേനും മുറുമുറുക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്. അമ്മയാണേലും പിള്ളയാണേലും ഞാൻ തരത്തില്ലെന്നും പറഞ്ഞു. എന്തായാലും ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉപകാരമുണ്ട് കേട്ടോ. ഇതൊന്നും ഇല്ല. അവളവിടെ ഇട്ട് തട്ടുന്നുണ്ട്. ഞാൻ വന്നു. എന്നെ ബാക്കി കുളം കൂടി കുറച്ചുകൂടി വൃത്തിയാക്കണ്ടേ. ഈ സമയം 5:30 ആകാറായി. ഇനിയിപ്പം കുറച്ച് സമയം ഇനി എനിക്കത് അങ്ങേ സൈഡിൽ ഇനി വലയെല്ലാം മാറ്റിയിട്ട് ഇനി നന്നായിട്ട് വെക്കാൻ പറ്റുള്ളൂ. എന്തായാലും വൃത്തിയാക്കിയില്ലെങ്കിലേ ഇപ്പോൾ മഴക്കാലം ആകുമ്പോഴേക്കും പിന്നെ ശരിയാകത്തില്ല. ഇപ്പം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഗപ്പിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഗപ്പിയുണ്ട്, തവളയുടെ കുഞ്ഞുങ്ങളുണ്ട്, പാറ്റയുണ്ട്, വെള്ളത്തിലാശ ഒക്കെയുണ്ട്. അതൊന്ന് വൃത്തിയാക്കി നല്ല തെളിഞ്ഞ് കിടക്കുന്ന മിസ്സല്ലേ. പാസോളം കുറേ കിടക്കുന്നുണ്ട്. കിടക്കണം. ഒരു ടൈഗ് വന്നിട്ടില്ല. കുളം കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണ്. നമ്മൾ ചെറിയതാണെങ്കിലേ നമ്മുടെ പൂന്തോട്ടത്തിനുള്ളിൽ ഒരു കുളമുണ്ടെങ്കിൽ അതിൽ ആമ്പലോ താമരയോ എന്തെങ്കിലും ഇട്ട് ഗപ്പിയും കൂടി ഇട്ടാൽ മതി. കൊതുക് ശല്യം ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ തവളയുണ്ടല്ലോ, തവള കൊതുകിനെയൊക്കെ പിടിക്കുമല്ലോ. ഗപ്പി ഉണ്ട്. പിന്നെ എല്ലാവിധ ചെടികളും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പന്നൽ ചെടികളൊക്കെ ധാരാളമായിട്ട് വളർന്നു വരും. പിന്നെ ജലാശയം, ചെറിയ കുളം എന്നൊക്കെ പറയുന്നത് പ്രകൃതിദത്തമായ അല്ലെങ്കിൽ ജലസംരക്ഷണത്തിന് അതുപോലെ തന്നെ ജൈവ വൈവിധ്യ മേഖലയായിട്ടത് മാറും. അപ്പം നമുക്ക് എല്ലാവരും, എനിക്ക് തന്നെ ഒരുവിധം നല്ല പൂന്തോട്ടം ഉള്ളവരെല്ലാവരും ഒരു കുളം അതിലുണ്ടാക്കും. അപ്പം ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് വൃത്തിയാകണം കേട്ടോ, ഇല്ലെങ്കിൽ നാറ്റമൊക്കെ വരും. ഈ കുളത്തിനകത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇനിയിപ്പം ചൂടായില്ലേ, ഇനി നമ്മുടെ ചേര വന്നിറങ്ങും. ഞാൻ പണ്ട് ചേര വന്നിറങ്ങിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ചേര വന്നിറങ്ങി കുളിച്ച് തവളയെ ഒക്കെ പിടിക്കത്തില്ല. തവളയെ പിന്നെ മീൻ അങ്ങനെയല്ല, അതിന് തവളയൊക്കെ പിടിക്കുന്നത് കൊണ്ടാണ്. കൊക്ക് വരും കേട്ടോ. കൊക്ക് ഇതിൻ്റെ ഈ വേരിൽ വന്നിരുന്ന് സമയമെടുത്ത് എന്തെങ്കിലും ഒരെണ്ണത്തിന് പിടിക്കാതെ പോകത്തില്ല. ഞാൻ എൻ്റെ ചുറ്റും ഒന്ന് തേക്ക് നിൽപ്പുണ്ട്. അതിൻ്റെ ഇലകൾ വന്ന് വീണിട്ടേ, ഞാനതിന് വലയൊക്കെ കെട്ടിട്ടുണ്ട് എൻ്റെ മേട്ടിൽ, എന്നാലും ഇല വന്ന് വീഴും. തേക്കിൻ്റെ ഇലയെല്ലാം വന്ന് വീഴും. ഇനിയിപ്പോൾ വലയെല്ലാം മാറ്റി ഒന്നുകൂടെ ചോദിക്കണം. ഇന്നത്തെ പണി നിർത്തി. എന്താണ്ട് കിറ്റി നോക്കിയായും കിറ്റിക്ക് 2 പിള്ളേരുണ്ട്. പിള്ളേരെ വെളിയിലിറക്കി അവരെ 2 പേരെയും എല്ലാ പ്രാവശ്യവും കിറ്റിയുടെ, അതായത് നോക്കിയയുടെ കളറായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടായ പിള്ളേർ 2 പേരും ഈ കളർ, ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒന്നൊരു ഗ്രേ കളർ.
കൊള്ളാം, രണ്ടുപേരും നല്ല രസമുണ്ട് കേട്ടോ. ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ വീരു എന്നും ഭൈരു എന്നും ഒക്കെ പേരിട്ടു. നോക്കിയ ഭയങ്കര സ്നേഹത്തിലാണ് തീറ്റയൊക്കെ കഴിഞ്ഞ് അവരെ കണ്ടോ. ഈ ഭൈരുവിനോട് നല്ല ഇഷ്ടമാണ്. വീരു എന്ന് പറയുന്നത് ബ്ലാക്ക് കളറും. അപ്പം എൻ്റെ വായി വന്ന രണ്ട് പേരുകളാണ് കേട്ടോ, ഭൈരു വീരു. ഇന്നാ വെളിയിൽ ഇറക്കിയത്. മുറിക്കകത്ത് തന്നെ വെച്ചിരിക്കുമായിരുന്നു കിറ്റി. നോക്കിയാൽ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് സഹജീവികളോടുള്ള സ്നേഹം നോക്കിയാൽ കണ്ടോ, തൂത്തൊക്കെ കൊടുക്കുന്നത്. അവൾക്ക് കളിക്കാൻ ഒരാളായി. നോക്കിയയുടെ കൂടെ ലൂക്കിയ ഉണ്ടായിരുന്നേ. ലൂക്കിയ ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ വണ്ടി കയറി പോയി. ഇവരെല്ലാവരും കൂടി വൈകിട്ടെന്നും നന്നായിട്ട് മീൻ മേടിച്ചുകൊണ്ട് വരും. അതിന് ഓടി വണ്ടിയുടെ അടുത്തോട്ട് കാറ് വരുമ്പോഴത്തേനും ഓടിച്ചില്ല. അങ്ങനെ എവിടെയോ കാറിൻ്റെ ഏതോ ഭാഗം തട്ടി. ശ്രദ്ധിച്ചായിരുന്നു വരുന്നത് നന്നായിട്ട് എപ്പോഴും. പക്ഷേ അന്ന് എങ്ങനെയോ എൻ്റെ കയ്യിലിരുന്ന ലൂക്കിയ പോയത്. എന്നും ഇപ്പം പിന്നെ മീൻ കൊണ്ടുവരുന്നതും കൊടുക്കുന്നതൊക്കെ അങ്ങ് നിർത്തി. ഇതുങ്ങളെ ഓടി വരുമെന്ന്. ഇപ്പം വന്നാലും അതിന് ശേഷം കിറ്റി ഭയങ്കര സൈലൻ്റായിരുന്നേ. എന്നിട്ട് കിറ്റി പിന്നെ വണ്ടി കാർ വരുമ്പോൾ പോകത്തില്ലായിരുന്നു. ഇപ്പോഴും പോകത്തില്ല, മാറി നിൽക്കുകയുള്ളൂ. പേടിച്ചു പോയി. അങ്ങനെ ഒരു കാര്യം. ഇതുങ്ങളെ നമ്മൾ വളർത്തിയിട്ട് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഓരോ വരുമ്പോഴേ നമുക്കെന്ത് വിഷമം തോന്നും. കുഞ്ഞുങ്ങളെ ഇനി ഇവരെയൊക്കെ ഞാൻ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം 4 പേരായി. ഇനി നോക്കിയ ആണാണോ പെണ്ണാണോ എന്തും അറിയത്തില്ല. അവൾ ഈ എലിയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൾ പെണ്ണുഞ്ഞാൻ തന്നെയാണെന്ന് തോന്നും. എന്തായാലും നോക്കിയക്ക് ഭയങ്കര ഇഷ്ടമായി ഭൈരുവിനെ. ഭൈരു വീരു ഇതെപ്പോഴും ചെല്ലും. നോക്കിയയുടെ അടുത്ത് ചെല്ലും. നോക്കിയ ചോറൊക്കെ കൊണ്ടിട്ട് കിടക്കുവാ മാറി. കിട്ടിയിരുന്ന് തിന്നുവാ ചോറ്. മത്തിയും ചോറും അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. മത്തിയും ചോറും ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ. മത്തിയൊക്കെ വേവിച്ച് ഫ്രിഡ്ജ് വെച്ചേക്കുക. എന്നിട്ട് പിന്നെ ചോറെടുത്ത് ചൂടാക്കി ഇളക്കി കൊടുക്കും. മീനില്ലാതെ കിറ്റിക്കൊന്നും പറ്റത്തില്ല. ഇവിടെ ഇല്ലെങ്കിൽ കിറ്റി എന്തെന്നറിയോ, അടുത്ത വീട്ടിൽ പോകും കേട്ടോ. അടുത്ത വീടിനും മുറ്റത്തും മത്തിയോ എന്തെങ്കിലും മീൻ കിട്ടുന്നുണ്ടെങ്കിൽ പോയി അവൾ ചെന്നിട്ട് ഒരു തലയെടുത്തോണ്ട് വരും. നോക്കിയേക്ക് അതിപ്പം മൂടിയിടുന്നു. എനിക്കൊന്ന് കുഞ്ഞുങ്ങളവിടെ മൂത്രമൊഴിക്കുക എന്തോ ചെയ്യുമെന്ന് തോന്നുന്നു. ഇവർ ഭയങ്കര വൃത്തിക്കാരാണ് കേട്ടോ. കേട്ടോ, അതുകൊണ്ട് അവിടെ മൂടി ഇടുന്നുണ്ടോ. മൂത്രമൊഴിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കാണും. അതാ